back to the channel. And guys, ഇന്നൊരു കിടിലൻ വണ്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത് 2R457 സ്പെഷ്യൽ എഡിഷൻ. യെസ് ഗൈസ്, ഇതാണ് മാമ്പ ബ്ലാക്ക്. നമ്മൾ അപ്പർ ലേക്ക് പാഡ് കൊണ്ടുവന്ന ഒരു കിടിലായിട്ടുള്ള ഒരു കളർ വേരിയന്റ് ആണ്. ഇതിന് 2 കളർ വേരിയന്റ് വരുന്നുണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മൊത്തം കാണാൻ പോകുന്നത്. ഓൾസോ ഗൈസ്, ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഷോറൂം അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് മാനേജറുള്ള വിഷ്ണു ബ്രോ കൂടെ വരുന്നതാണ്. ദീപകം ഇതാണ് നമ്മുടെ ബൈക്ക്. ആൻഡ് നമ്മൾ ഇനി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സെയിൽസ് മാനേജർ വിഷ്ണു ബ്രോ ഉണ്ട്. സോ വെൽക്കം ടു മൈ ചാനൽ ബ്രോ. എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതൊക്കെ ചേഞ്ചസ് ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പണ്ടത്തെ ചൂവാനുള്ളത് അതിന്റെ ചേഞ്ച് സ്പെഷ്യൽ എഡിഷൻ ആണ്, അത് നോർമൽ എഡിഷൻ. സോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ അപ്പോൾ ഇതാണ് ചൂണോ 457 സ്പെഷ്യൽ എഡിഷൻ മാംബ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ. നമുക്ക് 2 കളർ ഓപ്ഷനിൽ വരുന്നുണ്ട്. നമുക്ക് നിലവിലുള്ള ജൂണോ നോർമൽ എഡിഷന്റെ തന്നെ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറുണ്ട്, പ്യൂമ ഗ്രേ. ആ പ്യൂമ ഗ്രേയുടെ അതിന്റെ എഡിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിലോട്ട് ചേഞ്ച് വരുമ്പോഴത്തേക്കും മെയിൻലി ആസ്തറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളാണ് അപ്പീലിംഗ് എന്ന് നമുക്ക് തോന്നുന്നത്. 2 ഗ്രേയിൽ നമുക്ക് ഫ്രണ്ട് അലോയ്സിന്റെ കളർ റെഡ് ആയിരിക്കും. സെയിം ആ ഒരു കളർ, പക്ഷെ ഒറ്റ കളർ ആയിരിക്കും റെഡ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 10 years ബാക്ക് കസ്റ്റമൈസേഷന്റെ ഭാഗമായിട്ട് എല്ലാവരും ഈ വീല് ഒന്നൊക്കെ ഈ സ്റ്റണ്ട് ബൈക്സിലൊക്കെ ഫ്രണ്ട് അലോയിൽ മാത്രം റെഡ് കളറാണ് വരുന്നത്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പീലിംഗ് ആണ്, പക്ഷെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ് പുതിയ ഗ്രേയിൽ. പിന്നെ കോസ്മെറ്റിക് അപ്ഗ്രേഡ്സ് അല്ലാണ്ട് ശരിക്കും ടെക്നിക്കലി ചേഞ്ചുകളാണ് വണ്ടിയിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആൾറെഡി അപ്രൈറ്റ് ഹാൻഡിൽ ബാർ ആണ് വണ്ടിയിൽ വരുന്നത്. ലൈക്ക് RS457 ക്ലിപ്പ് ഓൺ ആണ്, ഇതിൽ അപ്രൈറ്റ് ഹാൻഡിൽ ബാർ ആണ്. എന്നാലും നമുക്ക് സിറ്റി റൈഡിങ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 mm ഹാൻഡിൽ ബാർ റൈസ് ചെയ്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിരിക്കും. കാര്യം അപ്രൈറ്റ് ആണ്, റൈഡിങ് പൊസിഷൻ അപ്രൈറ്റ് ആണ്. മാത്രമല്ല നമുക്ക് ഷോൾഡർ പെയിൻ ആണെങ്കിലും നമുക്ക് നോർമലി പോണോടെ പൊസിഷൻ കംഫർട്ടബിൾ ആണ്. ഞാനൊരു RS457 ഓണറാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ കുറെ ലോങ് ട്രാവലിംഗ് ഫുൾ ബോഡി പെയിൻ എടുക്കും. പക്ഷെ ഇതിനറിയില്ല. ഇല്ല, കാര്യം നമുക്ക് അതേ 457 എഞ്ചിന്റെ എക്കണോമിക്സ് അറിയാൻ പറ്റുകയും ചെയ്യും. എന്നാൽ കുറച്ചുകൂടി സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കേരള ട്രാഫിക്കൊക്കെ ഓറിയന്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്യൂൺ ചെയ്തിരിക്കുന്ന തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ആൾറെഡി 457 എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടോപ്പ് മോൺസ്റ്റർ ആണ്. RS457 ടോർക്കിയാണ്, അതിനെക്കാട്ടിലും ഒരു പൊടിക്ക് ടോർക്ക് കൂടുതലാണ് 2R457. കാര്യം ബിക്കോസ് ഇതിന്റെ റിയർ സ്പ്രോക്കറ്റിന്റെ ഒരു ടീത്ത് കൂടുതലാണ്, റിയർ സ്പ്രോക്കറ്റിന് മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലോ എൻഡ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് കിട്ടുന്നത് ഒരു പൊടി. ആൻഡ് യൂഷ്വലി നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെഫിനറ്റ്ലി 457 ട്യൂണോ ആണെങ്കിലും RS457 ആണെങ്കിൽ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ പറയാണ്ട് ഇതൊരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് അല്ല. ത്രോട്ടിൽ ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് നമുക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ വീലി പോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. കാര്യം ഈ ഒരു മിഡ് സൈസിൽ ശരിക്കും പവർ ടു വെയിറ്റ് റേഷ്യോ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു വണ്ടി എന്ന് പറയുമ്പോൾ 457 ആണ്. ഇൻ ദ ടേംസ് ഓഫ് ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിൽ പോലും എനിക്കൊരു 30 അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ലോങ്ങിലൊക്കെ RS-ൽ. നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 22 to 25 kmpl ആണ് ഫ്രം സിറ്റി റൈഡ്സ് ടു ലോങ് ഡ്രൈവ്സ്. നമുക്ക് ഒബ്വിയസ്ലി കേരളത്തിലെ ട്രാഫിക് കണ്ടീഷൻസും വെച്ച് നമുക്ക് 18+ അഷ്യൂർഡ് ആയിട്ട്. അതെ, നമുക്ക് ഹൈവേസിൽ നമുക്ക് 25+ സുഖമായിട്ട് ക്ലോക്ക് ചെയ്യാം. 30+ ക്ലോക്ക് ചെയ്ത് അഷ്യൂർ ആക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ലൈക്ക് ലിറ്ററലി E20 റെഡി കമ്പാറ്റബിൾ ആണ്. എന്നാൽ പോലും ട്വിൻസെൻട്രൽ കാറ്റഗറിയിൽ അദ്ദേഹം അത്യാവശ്യം കുടിയാനല്ല. ലിറ്ററലി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലൈക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 95 അതായത് പ്രീമിയം പെട്രോൾ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതെ, നമുക്കൊരു കറക്റ്റ് ഒരു റിഫൈൻമെന്റ് വണ്ടിയുടെ പെർഫോമൻസിലും ഇൻവേഷൻസിൽ അറിയാൻ പറ്റുന്നത് ശരിക്കും പ്രീമിയം പെട്രോൾ അല്ലെങ്കിൽ 95 അടിക്കുമ്പോഴാണ്, 98+ അടിക്കുമ്പോഴാണ്. 100 റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് യു ക്യാൻ ഒരു ഫ്യൂൽ സിസ്റ്റം ഫ്ലഷിംഗ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ 100 ഒരു വൺസ് ഇൻ ഫുൾ ടാങ്ക് നമുക്ക് വേണമെങ്കിൽ അടിക്കാം. അത് നമുക്ക് റെക്കമെൻഡഡ് അല്ല, കമ്പനി മാനുഫാക്ചർ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 90 അല്ലെങ്കിൽ പ്രീമിയം പ്ലസ് പെട്രോൾ ആണ്. E20 റെഡിയാണ്. അപ്പാർട്ട് ഫ്രം ആസ്തറ്റിക്സ് നമുക്ക് കാണുമ്പോഴത്തേക്കും തന്നെ അറിയാം ഇതിനൊരു ഷോർട്ട് വൈസർ നമുക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡ്യൂണൽ ആക്സറി ഓപ്ഷണൽ ആക്സറി ആയിട്ട് വരുന്ന വൈസർ
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പൈസ ഡിസൈനിലേക്ക് എന്റെ ഒരു പ്രിഫറൻസിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേ പണ്ടത്തെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതെ, കളർ ഏരിയന് എടുത്ത് കാണിക്കണില്ല എന്നാണ്. അതെ, മീറ്റർ കൺസോൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതിപ്പോ സ്റ്റാൻഡേർഡ് ആക്സറി ആയിട്ടാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. വേറെ കാര്യമുണ്ട്, ഇതൊക്കെ ഭയങ്കര നിർബന്ധമില്ല. റിമൂവബിൾ ആണ്, തീർച്ചയായിട്ടും. സാധനം ലുക്ക് വേറെയാ. കാരണം എനിക്ക് പണ്ടത്തെക്കാളും എനിക്ക് ഈ കാസ്റ്റിങ്ങൾ കുറച്ചും ഇഷ്ടപ്പെട്ടത്. ഒരു ബീസ്റ്റ് ടൈപ്പ് ലുക്ക് ഉണ്ട് വണ്ടിയുടെ. ഞാൻ DRL ഇതും കൂടെ വരാൻ ഈ സാധനം വേറെ ലെവലാണ്. ഇതിങ്ങനെ ഫുള്ള് എനിക്കൊരു കിട്ടുന്ന ഫോട്ടോസും കിട്ടും. ഒരു പീസ് ലൈഫ് ലുക്ക് തന്നെയാണ്. എനിക്ക് അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സോ ബാക്കി വേറെ പിന്നെ നമുക്ക് ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സ് ആണ് ഈ വണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട്. നമുക്ക് ആക്സറി ആയിട്ട് RS ഫോക്കസ് തന്നെ ട്യൂണെങ്കിൽ ആക്സറി ആയിട്ട് വരുന്നത്, ഓപ്ഷണൽ ആക്സറി ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് ആക്സറി ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്ര പെട്ടെന്ന് നോട്ടീസബിൾ അല്ലെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ ചേസസ് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആണ്. നമുക്ക് RS 457 GP റെപ്ലിക്ക പോലെ ഇതിന്റെ ചേസസ് ഫുള്ള് നമുക്ക് അതെ അതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ ഏകദേശം 6,000 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നു. പക്ഷെ ആക്സറി വൈസ് നോക്കുമ്പോഴത്തേക്ക് ഒരു 15,000 റുപ്പീസിന്റെ ആക്സറീസ് ഇതിൽ ആഡ് ചെയ്യുന്നു. 6,000 ചെയ്യുന്നത് അതിന്റെ ലാഭം എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ബ്ലാക്ക് ചേസ് പിന്നെ ഇതിന്റെ ഫൈനൽ പ്രൈസിങ് ആക്ച്വലി ആയിട്ടില്ല. നമുക്ക് ഇതിന്റെ ബുക്കിംഗ്സ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ഫൈനൽ പ്രൈസിങ് ആയിട്ടില്ല. കമ്പനി അഷ്യൂർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്ഷോറൂം പ്രൈസ് ഡിഫറൻസ് ഒരു 6,000 റുപ്പീസിന്റെ ചേഞ്ച് ആണ്. അപ്പൊ അത് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസിലോട് വരുമ്പോഴത്തേക്ക് മേ ബി ക്യാൻ റേഞ്ച് അപ് ടു 7,000 അല്ലെങ്കിൽ 8,000 ചേഞ്ച് ഉണ്ടാവും. സ്റ്റിൽ വർത്തിയാണ്. 457ലും RS 457ലും ഓണത്തിന് ക്യാഷ് ഓഫറിന് പുറമെ എല്ലാ ആക്സസറീസിലും 50% ഓഫർ ഉണ്ട്. പ്രൈസിംഗ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ഇപ്പൊ ചിങ്ങം ഒബ്വിയസ്ലി 17-ാം തീയതി ആ ഒരു ടൈമിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീക്ക് കഴിയുന്നതോട് കൂടി ആയിരിക്കും. ആ ഹെൽമെറ്റ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ലൈക്ക് അപ്പിലെ മാത്രമേ ഇങ്ങനെ തരത്തുള്ളൂ. എനിക്ക് അറിയാന്ന് വെച്ചിട്ട് എന്റെ കുറെ ഫ്രണ്ട്സ് കാരണം റോയൽ എൻഫീൽഡ് ബൈക്ക് മേടിച്ചിട്ടുണ്ട്. ഏകദേശം വണ്ടിക്ക് 4,5 ലക്ഷം വരെ റേറ്റ് വരുന്നുണ്ട്. ചട്ടി മാത്രമേ എന്നോട് കിട്ടത്തുള്ളൂ ഹെൽമെറ്റ് ആയിട്ട്. കുറ്റം പറയല്ല, സ്റ്റിൽ കേസ് അത്രയും പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഹെൽമെറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബെറ്റർ ആണ്. ഏകദേശം 9,000 ഏത് കമ്പനിയാണ്? ഇത് ലൈക്ക് ആക്സറിന്റെ ഹെൽമെറ്റ് ആണ്. പക്ഷെ അപ്പുള്ളയുടെ ഒഫീഷ്യൽ ഹെൽമെറ്റ് ആണ്. നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന ബ്രാൻഡിംഗ് ഉള്ള അപ്പുള്ളയുടെ ഒഫീഷ്യൽ ബ്രാൻഡിംഗ് ഉള്ള സെയിം ഹെൽമെറ്റ്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് അതിന്റെ പാർട്സ് ആണെങ്കിൽ പോലും ഇവൻ പാഡിംഗ് ആണെങ്കിൽ പൈസസ് ആണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇപ്പൊ എപ്പോഴും ഒഫീഷ്യൽ ആക്സറി അല്ലെങ്കിൽ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമർ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. ഹെൽമെറ്റ് ആണെങ്കിൽ അതിന്റെ പാഡിങ് കിട്ടാനില്ല, പൈസ കിട്ടാനില്ല. നമുക്ക് നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഹെൽമെറ്റ് ആയതുകൊണ്ട് അതിന്റെ തന്നെ പാർട്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇവൻ പാഡിംഗ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഭിനവ് വണ്ടി എടുക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ അതിനെടുത്തതിന് ശേഷം വണ്ടിയുടെ വാറന്റി പോളിസിയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി ട്രാൻസ്ഫറബിൾ വാറന്റിയാണ് വരുന്നത്. ആൻഡ് ഹാപ്പി ടു അനൗൺസ് അഭിനവിന്റെ വണ്ടിയുടെ വാറന്റിയാണ് ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ലൈക്ക് 1st to 2nd ഇപ്പൊ വണ്ടി വേറൊരാളോട് നമുക്ക് കൈമാറുകയാണ്. യു ആർ ചേഞ്ചിങ് ദ ഓണർഷിപ്പ് ടു 2nd or 3rd person, യു ക്യാൻ ട്രാൻസ്ഫർ ദ വാറന്റി ടു ദാറ്റ് പേഴ്സൺ. അതായത് വണ്ടിയുടെ വാറന്റി എന്ന് പറയുന്നത് 48,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫറബിൾ വാറന്റിയാണ്, വിത്തൗട്ട് കോസ്റ്റ് ആണ് നമുക്ക്. നമുക്ക് നിലവില് ട്യൂണോ പർപ്പസിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 5,32,000 റുപ്പീസ് ആണ്. 5,32,000. വി ആർ എക്സ്പെക്ടിങ് അറൌണ്ട് ഹൈക്ക് ഓഫ് 7,000. നേരത്തെ ഞാൻ പറഞ്ഞത് 7,000 to 8,000. 5,40,000 റേഞ്ച് ചെയ്യുന്ന പ്രൈസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫൈനൽ പ്രൈസ് വിത്തിൻ ഒരു 1-2 ഡേയ്സിൽ അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രൈസും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതെ, 4 lakh. ടാക്സ് ഇവിടുത്തെ ടാക്സും ഇൻഷുറൻസും ഉണ്ട്. അറൌണ്ട് ഒരു 1 വീക്കിന്റെ അകത്ത് തന്നെ പ്രൈസ് കൺഫേം ആവും. ഈ ഒരു 5.40 എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ അകത്തായിരിക്കും നിൽക്കുന്നത്. ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസും നമുക്ക് ഫസ്റ്റ് ട്യൂൺ ലോഞ്ച് ചെയ്ത സമയത്ത് അറൌണ്ട് 3 to 4 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫെസ്റ്റീവ് സീസൺ കൂടെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2 weeks ടൈം പീരീഡിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമായിരുന്നു മുമ്പ്. ഇപ്പൊ ഓണം വരുന്നുണ്ട്, ചിങ്ങം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അത്യാവശ്യം ബുക്കിംഗ്സ് ഡെലിവറിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 30 days. നമുക്കിപ്പോ ആഗസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 month ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. 30 days മാക്സിമം നേരത്തെ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഡിപ്പെൻസ് അപ്പോൺ ദി ബുക്കിംഗ് സീനിയോറിറ്റി. പ്രീ ബുക്കിംഗ് എമൗണ്ട് നമുക്ക് വരുന്നത് 10,000. എല്ലാ ഫിനാൻസ് HDFC, LRD, ബജാജ് പോലുള്ള എല്ലാ ഫിനാൻസിയേഴ്സും നമുക്ക് അവൈലബിൾ ആണ്.
ലോൺ ഓപ്ഷൻ ആണെങ്കിലും ക്യാഷ് പർച്ചേസ് ആണെങ്കിലും ബുക്കിംഗ് സീനിയോറിറ്റിയാണ് മെയിൻ വരുന്നത്. ഒരു ലൈക്ക് നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും സീനിയോറിറ്റി വിൽ ബി ബേസ്ഡ് ഓൺ ദ ബുക്കിംഗ്. സോ 10,000 പ്രീ ബുക്ക് ചെയ്യുക, പ്രീ ബുക്ക് ചെയ്തതിന് ശേഷം മാക്സിമം ഒരു 1 മന്തിനകത്ത് തന്നെ ഞാൻ എത്തിക്കും. അതിനുള്ള ശരി, ഞാനൊരു ഈ ഒരു 1 മന്ത് ആയിരിക്കും സംഭവം കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അത് വേറെ തന്നെയാണ്. ഞാനൊരു 2 വീക്സ് എടുത്തത് എനിക്ക് 2 വീക്സ് ആയി. നമുക്ക് എയർലി അലോക്കേഷൻ വെയിറ്റ് ചെയ്യാൻ ഒരു സംഭവം ഉണ്ട്. ഒരു വണ്ടി കിട്ടണം സാധനമുണ്ട്. പക്ഷെ കിട്ടി കഴിഞ്ഞാൽ വേറെ ഫീലാണ്. എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇപ്പം വേറെ മെയിൻ കാര്യമുണ്ട്. ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു ഇഷ്യൂസ് ഉള്ളതാണ്. കുറെ വെറുതെ എത്തിക്കാനനുസരിച്ച് കിട്ടുന്ന കുറെ സാധനമാണ് ഈ ഇഷ്യൂസ് ആയിട്ടുള്ളത്. അത് ഈ ഫസ്റ്റ് ബാച്ച് ഉള്ളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ഉള്ളതാണ്. സോ അങ്ങനെ സംഭവമൊന്നുമില്ല. പല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നതാണ് ചോദിക്കാനാണ്. എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ചാൽ വേറെ കാര്യം വിളിച്ച് നിങ്ങൾ തന്നെ വണ്ടി എടുക്കും. അത് മോശം കഴിവാണ്. അത് ഞാൻ പോകാറുള്ള വണ്ടി എടുത്തത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയാണ്. പക്ഷെ ഇതുവരെ 1 വർഷമായി ഒരു സീനും ഇല്ല. കണ്ണു കൂട്ടി എടുക്കാം ആ ഒരു ഇതാണ്. പിന്നെ ടുവാന വേണോ അതോ ആർഎസ് നിങ്ങളുടെ ഇഷ്ടം. ഈ ഒരു വണ്ടിയിലേക്ക് ഇതിന്റെ ചേഞ്ച് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട്. ഈ സ്റ്റിക്കേഴ്സ് ആയാലും പക്ഷെ ആ പ്രശ്നം ഈ വൈസർ മാത്രം ബാക്കിയെല്ലാം നൈസാണ്. ഓക്കെ, താങ്ക് യു ബ്രോ. നമ്മുടെ ഷോറൂം വരുന്നത് കൈമനത്താണ്. എന്താ പറയുക, സൂര്യ ഓട്ടോസ് ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത്. ട്രിവാൻഡ്രത്താണ്. സോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈക്ക് നമ്പർ താഴേക്കാം, വിഷ്ണുവിടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ ഇപ്പം ഓക്കെ, ശരി, താങ്ക് യു. നിങ്ങൾക്ക് ഇനി എൻ്റെ എക്സോസിനോട് ഇതൊക്കെ ഏൽപ്പിച്ചു തരാം. അറിയണമെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ എക്സോസിനോട്ട്. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. ആൻഡ് എന്തുണ്ടെങ്കിലും ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് ഗൈസ് എൻ്റെ ഫസ്റ്റ് ഒപ്പീനിയൻ വെച്ചിട്ട് വണ്ടിയുടെ ചേഞ്ചസ് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഒരു പുതിയ ഡിസൈൻ, പുതിയ ലുക്ക്, പിന്നെ ഇതൊക്കെ വൈസർ എക്സ്ട്രാ, അതായത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാൻ തന്നെ. പ്രത്യേകിച്ച് ബ്ലാക്ക് ചേസസ് അത് മറ്റേ ചേസസ് വരുന്നില്ല. അത് വേറെ ഒരു കാര്യം ആലോചിക്കണം. ആർസിനെ ആണെങ്കിൽ വണ്ടിയുടെ വില ഒരു 30-20 അടുപ്പിച്ച് കൂടുതലുണ്ട് ഈ ഒരു ബ്ലാക്ക് ചേസിന് വേണ്ടി മാത്രം. സോ അങ്ങനത്തെ നോക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതെടുക്കാനാണ്. അല്ലെങ്കിൽ കേസ് എന്തുകൊണ്ട് ആ ഒരു വേരിന്റെ അടിപൊളിയാണ്. നമ്മൾ പണ്ടത്തെ ടുവാനോ അത് വേറെ ലുക്ക് തന്നെയാണ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കുറെ കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും ഗൈസ്. ബൈക്കിന്റെ മാത്രമല്ല നമ്മൾ വേറെ വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. ആൻഡ് ഓക്കെ, ബൈ ബൈ.